ഞാനൊന്ന് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ആക്ച്വലി ഒരു വെബ്സൈറ്റ് ആർക്കാണ് യൂസ്ഫുൾ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ ലെവലിൽ വേർഡ് പ്രസ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് പഠിക്കുന്ന ആളുകൾ, അതേപോലെ ഇനി ഫ്യൂച്ചറിൽ ഒരു വേർഡ് പ്രസ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിന് മുന്നേ ഈ ഒരു വെബ്സൈറ്റ് അങ്ങനെ പരിചയപ്പെടുത്തി തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡൊമൈനും വേണം, രണ്ടാമത്തത് ഹോസ്റ്റിംഗ് വേണം. ഇതിൻ്റെ പ്രത്യേകത ഇത് രണ്ടും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ സാധാരണ എങ്ങനെയാണ് വേർഡ് പ്രസിൻ്റെ ഒരു ബാക്കെൻഡിൽ ലോഗിൻ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ തേർഡ് പാർട്ടി വെബ്സൈറ്റ് അല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് വേർഡ് പ്രസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ wordpress.org/പ്ലേഗ്രൗണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ സൈറ്റിനകത്തേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് തരാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ചെയ്യാം. വേർഡ്പ്രസ് പ്ലേഗ്രൗണ്ട് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കാണാൻ പറ്റും. ഇവിടെ എക്സ്പ്ലോർ പ്ലേഗ്രൗണ്ട് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഈ ഡാഷ്ബോർഡിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് പ്രസ്സിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനും പറ്റും.